നമസ്കാരം. തെങ്കാശിയുടെ മകുടത്തിലെ പൊൻതൂവലായി വിളങ്ങുന്നതും വിനോദസഞ്ചാര കേന്ദ്രവുമായ കുട്രാളത്തിനടുത്തുള്ള ശ്രീമുരുകന്റെ ഒരു മലക്കോവിലിനെ പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு തിരുമല കുമാരസ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിൽ കുട്രാളത്തിനടുത്ത് പൺപൊഴി എന്ന സ്ഥലത്തുള്ള തിരുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ കുമാരസ്വാമി എന്ന നാമത്തിൽ ഏകനായി നിലകൊള്ളുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി വള്ളിദേവിയാനി സമേത മുരുകനായി അനുഗ്രഹം ചൊരിയുന്നു. തിരുമല എന്നത് കേരള സംസ്ഥാനത്തിന്റെ അതിരിനടുത്തുള്ള പടിഞ്ഞാറ് തുടർച്ചിമലയുടെ ഭാഗമായ ഓം എന്ന പ്രണവമന്ത്രരൂപം പൂണ്ട ഒരു ചെറുമലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 അടി ഉയരത്തിൽ മലയുടെ ഒത്ത മുകളിലാണ് മുരുകൻ കോവിൽ. 2 മലകൾ ഈ മലയെ തൊട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നതിനാൽ ഈ മലയ്ക്ക് ത്രികൂടമല എന്നും നാമമുണ്ട്. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഇവിടത്തെ മുരുകനെ തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. മുമ്പുകാലത്തെ കവിരമല ഇതാണെന്നും ചിലപ്പതികാരത്തിലുള്ള നെടുവേൽകുണ്ട്രം ഈ മലയാണെന്നും കണ്ണകി ഈ മല കടന്നാണ് ചേരനാട് പോയതെന്നുമാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. തിരുമല മുരുകൻ പിള്ളൈത്തമിഴ്, തിരുമലയമങ്ക അന്താതി, തിരുമല മുരുകൻ കുറവഞ്ചി, തിരുമല മുരുകൻ നൊണ്ടിനാടകം, തിരുമല കറുപ്പൻ കാതൽ, തിരുമല മുരുകൻ അന്താതി, തിരുമല കുമാരസ്വാമി അലങ്കാര പ്രബന്ധം, തിരുമണിമാലെ, തിരുത്താലാട്ട് എന്നിങ്ങനെ പല പുസ്തകങ്ങൾ തിരുമല മുരുകനെ കുറിച്ചുണ്ട്. വിശാഖം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട പുണ്യക്ഷേത്രമാണിത്. വിശാഖം, കാർത്തിക, ഉത്രം എന്നിങ്ങനെ ശ്രീമുരുകന് പ്രത്യേകതയുള്ള നക്ഷത്രങ്ങളിൽ ഓടവള്ളി, നളമൂലിക, തിരുമലച്ചെടി എന്നിവയെല്ലാം ഒരു കാലത്ത് ഈ മലയിൽ വളർന്നു വന്നിരുന്നു. സമ്പദ് സമൃദ്ധിക്ക് അക്കാലത്ത് തിരുമലച്ചെടിയുടെ വേരും ധനാകർഷണ യന്ത്രവും വെച്ച് പൂജ ചെയ്തിരുന്നത്രേ. ഇന്ന് ഈ മൂലികകൾ കണ്ണിൽ കണ്ടാലും തിരിച്ചറിയുന്നവർ കുറവ്. എന്തുതന്നെയായാലും ഈ സ്ഥലത്ത് വന്നു പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു എന്നത് സത്യമാണ്. വി എന്നാൽ ഉയർന്നത് എന്നും ശാഖം എന്നാൽ ജ്യോതി എന്നും അർത്ഥമുണ്ട്. വിശാഖ നക്ഷത്രം വിമലശാഖം, വിഭവശാഖം, വിപുലശാഖം എന്ന 3 വക ഒളിക്കിരണങ്ങളുള്ളത്. ഈ കിരണങ്ങളെല്ലാം ഈ മലയിൽ പതിക്കുന്നതിനാൽ വിശാഖ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ആയുസ് മുഴുവനും ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലമാണിതെന്ന് സിദ്ധന്മാരുടെ പുസ്തകങ്ങളിൽ കുറിപ്പുണ്ട്. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അടിവാരത്തു നിന്നും ഏകദേശം 544 പടികളും ഇടയ്ക്കിടെ വിശ്രമിക്കാൻ മണ്ഡപങ്ങളുമുണ്ട്. ഭക്തർ പടിപ്പാത വഴി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ വല്ലഭ വിനായകർ സന്നിധി, പിന്നെ പാദമണ്ഡപം. അത് കഴിഞ്ഞാൽ പകുതി ദൂരത്തായി നടുവട്ട വിനായകർ സന്നിധി, പിന്നെ ഇടുമ്പൻ സന്നിധി. പടികൾ കയറാൻ പ്രയാസമുള്ളവർക്കും സ്വകാര്യ വാഹനങ്ങൾക്കുമായി നല്ലൊരു വണ്ടിപ്പാതയും ഭക്തരുടെ വാഹനങ്ങൾ ക്ഷേത്രമുൻവശത്ത് പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളുമുണ്ട്. തിരുമലയിൽ ശ്രീമുരുകൻ കുടികൊണ്ടതിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. മുമ്പുകാലത്ത് ഇപ്പോൾ കോവിലിരിക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ കാളികോവിലും ഒരു പുളിമരവും അതിനടിയിൽ ഒരു വേലും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു നാൾ കോവിലിലെ പൂവൻപട്ടർ എന്ന പൂജാരി ക്ഷേത്രത്തിലെ പൂജകൾ കഴിഞ്ഞ ശേഷം പുളിമരത്തിനടിയിൽ വിശ്രമിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. അന്നേരം പൂജാരിയുടെ സ്വപ്നത്തിൽ ശ്രീമുരുകൻ പ്രത്യക്ഷപ്പെട്ട്, പട്ടരെ, ഈ മല എനിക്ക് സ്വന്തം. ഞാൻ ഇവിടെ നിന്നും കുറച്ചു ദൂരത്തുള്ള കോട്ടയത്തിരട്ട് എന്നയിടത്തിൽ ശിലാരൂപത്തിലുണ്ട്. നീ അവിടെ ചെന്ന് എറുമ്പുകൾ ധാരധാരിയായി വഴി കാണിക്കുന്ന ഇടത്തിലുള്ള കുഴി തോണ്ടി നോക്കുക. അവിടെ നിന്നും ശിലയെടുത്തു കൊണ്ടുവന്ന് ഈ മലയിൽ പ്രതിഷ്ഠ ചെയ്ത് പൂജിക്ക് എന്ന് ഉത്തരവ് കൊടുത്തു. പൂവൻ പട്ടർ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അക്കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പന്തള രാജാവിനെ അറിയിച്ചതും രാജാവ് പൂവൻ പട്ടരുടെ നേതൃത്വത്തിൽ തന്റെ പരിചാരകരോടൊപ്പം അവിടെ എത്തി ശ്രീമുരുകന്റെ ശില കണ്ടെടുത്ത് തിരുമലയിൽ കോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന ശ്രീമുരുകന്റെ ശില തോണ്ടിയെടുത്തപ്പോൾ ശിലയുടെ മൂക്കിൽ ഒരടയാളം വന്നു. ആ തഴമ്പുകൂടെ ശ്രീമുരുകന് അഴകു ചേർക്കുന്നതിനാൽ ഭക്തർ മുരുകനെ വാത്സല്യത്തോടെ മൂക്കൻ എന്ന് വിളിക്കുന്ന പതിവുണ്ട്. അതിനാൽ ഈ പ്രദേശത്ത് പിറക്കുന്ന ആൺകുട്ടികൾക്ക് മൂക്കൻ, മൂക്കാണ്ടി എന്നും പെൺകുട്ടികൾക്ക് മൂക്കമ്മാൾ എന്നും പേര് വെച്ച് മുരുകനെ പ്രാർത്ഥിച്ച് പെൺകുട്ടികൾക്ക് മൂക്ക് കുത്തുന്ന പഴക്കവും ഇവിടെയുണ്ട്. ഇവിടെയുള്ള ക്ഷേത്രതീർത്ഥമായ അഷ്ടപത്മക്കുളത്തിന് മുമ്പുകാലത്ത് പൂഞ്ചുനെ എന്നും പേരുണ്ടായിരുന്നു. പുരാണകാലത്ത് സാഹിത്യത്തിലും പാട്ടുകളിലും മാത്രം അറിയപ്പെട്ടിരുന്ന കുവളെ എന്ന മലർ പൂത്തിരുന്ന തീർത്ഥമായിരുന്നു ഇത്. ഒരു ദിവസം ഒരേ ഒരു കുവളെ മാത്രം പൂക്കുമെന്നും സപ്തകന്യകമാർ അതെടുത്ത് ശ്രീമുരുകന് അർച്ചന ചെയ്തിരുന്നു എന്നുമാണ് ഐതിഹ്യം. പൂഞ്ചുനെ ശ്രീമുരുകന്റെ അഭിഷേകത്തിനായി അഗസ്ത്യ മഹർഷി ഉണ്ടാക്കിയ തീർത്ഥമാണെന്നും പറയപ്പെടുന്നു. ഈ തീർത്ഥത്തിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരുടെ പേരിൽ 3 കുഴികൾ ഉണ്ടെന്നും അതിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുമെന്നും അതിൽ എപ്പോഴെങ്കിലും നീർ കുറഞ്ഞാൽ ഉടനെ മഴ വന്ന് ആ കുഴികളിൽ വെള്ളം നിറയും എന്നും പ്രചാരമുണ്ട്. ഈ തിരുമല മുരുകൻ കോവിലിനെ പറ്റി പറയുമ്പോൾ യോഗിനി ശിവകാമി പരദേശി അമ്മയാരെ അനുസ്മരിക്കാതെ വയ്യ. ഈ കോവിൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ പല മണ്ഡപങ്ങളും നിർമ്മിച്ച് കോവിലിന് തിരുപ്പണികൾ ചെയ്ത യോഗിനിയാണ് ശിവകാമി അമ്മയാർ. പൺപൊഴി ഗ്രാമത്തിനടുത്തുള്ള അച്ചൻപുതൂരിൽ ഭർത്താവ് ഗംഗമുത്തുദേവരോടൊപ്പം കഴിഞ്ഞിരുന്ന സമ്പന്നയായ വീട്ടമ്മയായിരുന്നു ശിവകാമി അമ്മയാർ. അമ്മയാർ ഭഗവത് സേവയിലും പൊതുജന സേവയിലും ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ഭക്തർക്കായി ധാരാളം വിശ്രമ മണ്ഡപങ്ങളും സത്രങ്ങളും നിർമ്മിച്ചു വന്നിരുന്നു. ഇത് സഹിക്കാതിരുന്ന കുടുംബക്കാർ അമ്മയാരെ അപവാദം പറഞ്ഞുണ്ടാക്കി. ഇതറിഞ്ഞ ശിവകാമി അമ്മയാർ, ഞാൻ കളങ്കമറ്റവളാണെങ്കിൽ ഞാൻ ഈ തെരുവ് കടക്കുന്നതിനുള്ളിൽ അപവാദം പറഞ്ഞവരുടെ വീടുകളിൽ ഇടി വീഴട്ടെ എന്ന് പറഞ്ഞ് കോവിലിലേക്ക് വന്നു.
കൊടും വേനലിലും ഇത് പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ അപവാദം പറഞ്ഞവരുടെ വീട്ടിൽ ഇടിയും മഴയും പെയ്തത് കണ്ട് ജനങ്ങൾ ഞെട്ടി. അന്നിലിരുന്ന് ജനങ്ങൾ അമ്മയാരുടെ ദൈവിക ശക്തിയെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങി. എന്നിരുന്നാലും ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം ശിവകാമി അമ്മയാരെ അലട്ടിയിരുന്നു. ഒരു നാൾ കോവിലിൽ വന്ന ഒരു സന്യാസിയോട് അമ്മയാർ തന്റെ ദുഃഖം പറയവേ, സങ്കടമെന്തിന്, ശ്രീമുരുകൻ തന്നെ നിനക്ക് മകനായി പിറക്കട്ടെ എന്ന് യോഗി പറഞ്ഞു. അതോടൊപ്പം തിരുമല അടിവാരത്തിൽ ഒരു വരണ്ട കാട്ടിൽ ശ്രീമുരുകനെ അവർക്ക് കുഞ്ഞായി ലഭിക്കുമെന്നും അടയാളമായി അവിടെ ഒരു വണ്ട് പറക്കുമെന്നും ഉപദേശിച്ചു. ഇത് കേട്ട അമ്മയാർ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയപ്പോൾ ഒരു കരിവണ്ട് വട്ടമിട്ട് പറക്കുന്നിടത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അമ്മയാർ സന്തോഷത്തോടെ അവിടെ കണ്ട കുഞ്ഞിനെ വാരിയെടുത്തപ്പോൾ ശ്രീമുരുകൻ തിരുമല മുരുകനായി അമ്മയാർക്ക് ദർശനം കൊടുത്തു മറഞ്ഞു. ആ സ്ഥലം ഇന്നും വണ്ടാടും പൊട്ടൽ എന്നറിയപ്പെടുന്നു. അന്നു മുതൽ ശിവകാമി അമ്മയാർ ശ്രീമുരുകനെ തന്റെ കുഞ്ഞായി ഭാവിച്ച് മുള്ളുചെടികളും മുളകളും നിറഞ്ഞ കാടായിരുന്ന തിരുമലക്കോവിലിന് തിരുപ്പണികൾ ചെയ്തു വന്നു. വണ്ടാടും പൊട്ടലിൽ മഠം നിർമ്മിച്ചു. അവർ കാവി ഉടുത്തു, കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ചു, നെറ്റിയിൽ ഭസ്മമണിഞ്ഞു. എന്നേരവും തിരുമല കുമരന് സേവ ചെയ്യാൻ തുടങ്ങി. കോവിലിൽ വരുന്ന ഭക്തർക്ക് ദിനവും അന്നദാനവും വേനൽക്കാലത്ത് നീർമോർ പാനകവും നൽകി വന്നു. ധാരാളം നിലങ്ങൾ ശ്രീമുരുകന്റെ പേരിൽ എഴുതി വെച്ചു. ക്ഷേത്രത്തിൽ വസന്തമണ്ഡപത്തിന്റെ പണി തുടങ്ങി. ഈ മലയിൽ ധാരാളം കരിങ്കല്ലുകൾ ഉണ്ടെങ്കിലും തന്റെ മകൻ മുരുകൻ കുടിയിരിക്കുന്ന ഇടത്തിന് ഭംഗം വരാൻ പാടില്ല എന്നുറച്ച് നിർമ്മാണത്തിന് പുറത്തുനിന്നും കരിങ്കല്ലുകൾ കൊണ്ടുവന്നു. തലച്ചുമടായും കരിങ്കല്ലുകൾ കയറുകൊണ്ട് കെട്ടി ആനയെ കൊണ്ട് വലിപ്പിച്ചും ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തു. ചില സമയം കയറഴിഞ്ഞ് മലമുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന കല്ലുകളെ അവർ തന്റെ തല കൊണ്ട് തടുത്തു നിർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. തെപ്പക്കുളം ശരിയാക്കി ക്ഷേത്രത്തിന് വേറെയും മണ്ഡപങ്ങൾ നിർമ്മിച്ചു. തന്റെ ജീവിതകാലം മുഴുവനും ശ്രീമുരുകന് വേണ്ടി മാറ്റിവെച്ച ആ യോഗിനി ശ്രീമുരുകന് എതിരിൽ മലയ്ക്ക് കീഴിൽ സമാധിയായി. ശിവകാമി അമ്മയാരുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലുണ്ട്. വണ്ടിപ്പാത വഴി കോവിലിലേക്ക് ഭക്തരെത്തുമ്പോൾ ആദ്യം കിഴക്ക് ദർശനമായി 5 നില രാജഗോപുരം. 2019 ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. രാജഗോപുരം വഴി ഉള്ളിലേക്ക് ചെന്നാൽ ബലിപീഠം, കൊടിമരം, മയിൽവാഹനം, മഹാമണ്ഡപവും അർദ്ധമണ്ഡപവും കടന്ന് അകത്ത് ചെന്നാൽ ശ്രീമുരുകന്റെ സന്നിധി. കിഴക്ക് ദർശനമായ ഗർഭഗൃഹത്തിൽ മൂലവർ ശ്രീമുരുകൻ തിരുമല കുമാരസ്വാമി എന്ന നാമത്തിൽ 4 കരങ്ങളോടെ വലതുമേൽ കരത്തിൽ കത്തിയും ഇടതുമേൽ കരത്തിൽ വജ്രായുധവും കീഴ് വലതുകരം അഭയമുദ്രയോടെയും കീഴ് ഇടതുകരം സിംഹകർണ മുദ്രയോടെയും അരുൾ പാലിക്കുന്നു. പിൻവശത്തായി മയിൽ, അരികിൽ വേലും പൂവൻകോഴി കൊടിയടയാളവും. ഭക്തർക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഭഗവാന്റെ മൂക്കിലെ തഴമ്പ് കാണാം. ഉത്സവകാലങ്ങളിൽ ഭഗവാനെ വെള്ളിക്കവചം അണിയിച്ച് അലങ്കരിക്കുന്നു. കരുവറയ്ക്ക് വടക്ക് ഭാഗത്ത് തെക്ക് ദർശനമായി വള്ളിദേവയാനി സമേത ഷൺമുഖർ സന്നിധി. തെക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായ സന്നിധിയിൽ തിരുമലക്കുമരന്റെ ഉത്സവമൂർത്തി. പ്രകാരത്തിൽ വിനായകർ, ശിവഭഗവാൻ, പാർവതീദേവി, ചണ്ഡികേശ്വരർ, ഭൈരവർ. ഈ 6.5 അടി ഉയരമുള്ള ഭൈരവർക്ക് കൃഷ്ണപക്ഷ അഷ്ടമിയിൽ ഗംഭീര പൂജകൾ നടക്കുന്നു. പടിപ്പാത വഴി വരുന്ന ഭക്തർ ആദ്യം സന്ദർശിക്കുന്നത് ഉച്ചിപ്പിള്ളയാരെയാണ്. 16 പടികൾ കയറി വേണം ഭഗവാനെ ദർശിക്കാൻ. ഈ വിനായകരെ മുറിയാം വണ്ണം പ്രാർത്ഥിച്ചാൽ 16 സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. പടിഞ്ഞാറ് പ്രകാരത്തിൽ കോവിൽ തീർത്ഥം, സപ്തകന്യകമാർ സന്നിധി. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ തില്ലൈ കാളികോവിൽ. ദേവി ഇവിടെ കാവൽ ദൈവമായി വിളങ്ങുന്നു. അതല്ലാതെ ശിവകാമി പരദേശി അമ്മയാർക്കും കോവിലിൽ ശിലയുണ്ട്. ക്ഷേത്രത്തിൽ തങ്കത്തേരുമുണ്ട്. ക്ഷേത്രവൃക്ഷം പുളിമരം. ക്ഷേത്രതീർത്ഥം അഷ്ടപത്മക്കുളം എന്ന പൂഞ്ചുനെ. ഇവിടെ പാർവതീദേവി ശ്രീമുരുകനെ ഉപദേശിച്ച ദേവീപ്രസന്ന കുമാരവിധി പ്രകാരമുള്ള 8 കാല പൂജകളാണ് അനുഷ്ഠിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ പള്ളിയറ പൂജയിൽ സ്വാമിയുടെ പാദുകങ്ങളെ പള്ളിയറയിൽ ചേർക്കുകയാണ് പതിവ്. ഇവിടെ അങ്ങനെയല്ല. മൂലവർക്ക് തന്നെ പാലും പഴവും നിവേദിച്ച് ശയന പൂജ ചെയ്യുകയാണ്. ഐപ്പശി കന്തഷഷ്ടി 10 നാൾ, കാർത്തിക മാസം അവസാന തിങ്കളാഴ്ച തീർത്ഥനീരാട്ട്, തൈപ്പൂയം, ബ്രഹ്മോത്സവം 10 നാൾ, മാസിമകം 10 നാൾ ഉത്സവം, പങ്കുനി ഉത്രം, ചിത്രമാസത്തിൽ വസന്തോത്സവം, വൈകാശി വിശാഖം, മാസാമാസമുള്ള കാർത്തിക നക്ഷത്രം, ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. മറ്റു മുരുകൻ കോവിലിൽ ഭക്തർ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ഇവിടെയുമുണ്ട്. എല്ലാ തമിഴ് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലും ദിനവും 100 പേർക്കും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:15 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പൺപൊഴിയിൽ നിന്ന് 3 കിലോമീറ്റർ, ചെങ്കോട്ടയിൽ നിന്ന് 8 കിലോമീറ്റർ, കുട്രാളത്ത് നിന്ന് 12 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്കോട്ടെ 8 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.